ലൈംഗിക അതിക്രമ കേസിൽ കർണാടക MP പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. 6 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും 1 മാസം നീണ്ട ഒളിവ് ജീവിതത്തിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. 19 പേർക്കാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. CBIയുടെയും സിദ്ധാർത്ഥിന്റെ അമ്മയുടെയും എതിർപ്പ് തള്ളിയാണ് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, സംസ്ഥാനം വിട്ടു പോകരുത്, പാസ്പോർട്ട് സമർപ്പിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയെന്നും തുടർന്നും തങ്ങളുടെ കസ്റ്റഡി ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് തങ്ങളാണ് കാരണക്കാരെന്ന ആരോപണങ്ങളും പ്രതികൾ നിഷേധിച്ചു. തങ്ങൾ വിദ്യാർത്ഥികളാണെന്നും തുടർ പഠനത്തിന് അവസരമൊരുക്കണമെന്നും പ്രതികൾ ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടു. ആത്മഹത്യാ പ്രേരണ, റാഗിംഗ് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൽപ്പറ്റ സെഷൻസ് കോടതി ജാമ്യഹർജി തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം സിദ്ധാർത്ഥിനെതിരെ നടന്നത് ആൾക്കൂട്ട വിചാരണയാണെന്നും അടിയന്തര വൈദ്യസഹായം പോലും നൽകിയില്ലെന്നും കുറ്റപത്രത്തിൽ CBI ചൂണ്ടിക്കാട്ടുന്നു. തുടരന്വേഷണം നടക്കുകയാണെന്നും പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുമാണ് CBI നിലപാടെടുത്തത്. 2024 ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ സിദ്ധാർത്ഥിന്റെ മാതാവ് ഷീബയും കക്ഷി ചേർന്നിരുന്നു. മരണകാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നും CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സിദ്ധാർത്ഥിന്റെ അമ്മ ചൂണ്ടിക്കാട്ടുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ അമ്മയെ വീടിനുള്ളിലാക്കി മകൻ വീട് കത്തിച്ചു. വെഞ്ഞാറമൂട് മാണിക്കൽ സ്വദേശി ബിനുവാണ് സ്വന്തം വീട് കത്തിച്ചത്. പ്രദേശവാസികൾ